ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് കണ്ണിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്ന സിലിക്കോൺ ഓയിൽ എന്ന ഒരു പ്രത്യേക തരം ഓയിലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. റെറ്റിനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾക്ക് സിലിക്കോൺ ഓയിൽ എന്ന് പറയുന്ന ഈ പദാർത്ഥം കണ്ണിനുള്ളിൽ വെക്കാറുണ്ട്. അതിനെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്ര വിഭാഗം മേധാവിയാണ്. കണ്ണിൻ്റെ റെറ്റിനയിൽ വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം. മറ്റൊരു അസുഖമാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഇതിലെല്ലാം സംഭവിക്കുന്നത് ഒന്നുകിൽ റെറ്റിനയ്ക്കുള്ളിൽ ബ്ലീഡിങ് വരും, അല്ലെങ്കിൽ റെറ്റിന ഇളകി വരും, അല്ലെങ്കിൽ റെറ്റിനയെ വലിച്ചിളക്കാനുള്ള ചില വലിവുകൾ റെറ്റിനയിൽ വരും. ഇതെല്ലാമാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള പ്രധാന കാരണം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ഇളകിപ്പോയ റെറ്റിനയെ തിരിച്ചവിടെ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും ലേസർ ചികിത്സ വേണ്ടി വരാറുണ്ട്. ആ ലേസറിന് ശേഷം അവിടെ അതിനെ അമർത്തി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ സിലിക്കോൺ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പറേഷൻ, വിട്രെക്ടമി എന്നാണ് യൂഷ്വലി ഈ ഓപ്പറേഷൻ്റെ പേര്. വിട്രെക്ടമി ചെയ്തതിന് ശേഷം റെറ്റിന ഇളകി വന്നിട്ടുള്ള റെറ്റിനയെ അവിടെ തിരിച്ച് യഥാസ്ഥാനത്ത് ഒട്ടിച്ചതിന് ശേഷം അവിടെ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇടുന്ന ഒരു ലിക്വിഡാണ് സിലിക്കോൺ ഓയിൽ. സിലിക്കോൺ ഓയിൽ തികച്ചും സുതാര്യമാണ്, അതായത് ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ട് ഓയിലിനുള്ളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഓയിൽ കണ്ണിനുള്ളിൽ വരുമ്പോൾ വെള്ളത്തിനുള്ളിൽ കാണുന്നത് പോലത്തെ ഉള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് നോർമൽ കണ്ണാടി വെച്ച് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു +5 അല്ലെങ്കിൽ +6 ഡയോപ്റ്റേഴ്സ് പവറുള്ള ഒരു കണ്ണാടി വെച്ചാലേ നമുക്ക് ഓയിലിനുള്ളിൽ കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിക്ക് ഓയിൽ ഇട്ടതിന് ശേഷം ഒരു പക്ഷേ കുറച്ചുകൂടി ലേസർ സ്ട്രെങ്തനിങ് 4 ചുറ്റും ചെയ്യേണ്ടി വന്നേക്കാം. കാരണം നാളെ ഈ ഓയിലിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ആ റെറ്റിന അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേസർ ചികിത്സ 4 ചുറ്റും ചെയ്യുന്നത്. ഓയിൽ സുതാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഓയിലിൻ്റെ ഡെൻസിറ്റി അത് വെള്ളത്തിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഓയിൽ എപ്പോഴും പൊങ്ങിക്കിടക്കും. അപ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ റെറ്റിനയെ ഓയിൽ അമർത്തി വെക്കണമെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഫേസ് ഡൗൺ, കണ്ണ് താഴേക്കുള്ള ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കേണ്ടി വരിക. അങ്ങനെ കണ്ണ് താഴേക്ക് വരുമ്പോഴാണ് റെറ്റിന ഇങ്ങനെ ഇരിക്കുകയും ഓയിൽ അതിനെ പ്രസ് ചെയ്ത് ഒട്ടിക്കാൻ കൂടുതൽ ശക്തി കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിലിക്കോൺ ഓയിൽ ഇട്ടിട്ടുള്ള പലരോടും, എസ്പെഷ്യലി റെറ്റിന ഇളകി വന്നിട്ട് അത് തിരിച്ചൊട്ടിക്കുന്ന ആൾക്കാർക്ക്, നമ്മൾ കമഴ്ന്ന് കിടക്കണം, അല്ലെങ്കിൽ ഫേസ് ഡൗൺ പൊസിഷനിങ്ങിൽ കിടക്കണം, അല്ലെങ്കിൽ ഇരിക്കണം എന്ന് പറയുന്നത്. സിലിക്കോൺ ഓയിൽ പെർമനൻ്റ് ആയിട്ട് കണ്ണിനുള്ളിൽ ഇടാമോ? സാധാരണഗതിക്ക് നമ്മളുടെ ഓയിലിൻ്റെ ആവശ്യകത കഴിഞ്ഞാൽ, അതായത് ഓയിൽ ഇട്ടു, റെറ്റിന നമ്മൾ ഒട്ടിച്ചു, റെറ്റിന നന്നായി ഒട്ടിയെന്ന് നമുക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓയിൽ എടുത്ത് മാറ്റുവാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഓയിൽ കുറേ നാൾ കണ്ണിനുള്ളിൽ കിടന്നാൽ അതിൽ കുറച്ച് ചേഞ്ചസ് വരും. അതിലൊന്നാണ് എമൾസിഫിക്കേഷൻ. എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ചായ ഒരു കോപ്പിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ, ഒരു കപ്പിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു പത വരില്ലേ? ഈ പത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായയല്ല, ചായയുടെ ചെറിയ 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 കുമിളകളാണ് എന്ന് പറഞ്ഞതുപോലെ സിലിക്കോൺ ഓയിൽ കുറേ നാൾ കണ്ണിനുള്ളിൽ റെറ്റിനയുമായി ഒട്ടിയുരുമി കിടന്നതിന് ശേഷം ഈ റെറ്റിനയുടെ സർഫസിൽ പതുക്കെ പതുക്കെ ഈ കുമിളകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും.
ഈ കുമിളകൾ പലയിടത്തും പോയി അതൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാക്കും. ഓബ്വിയസ്ലി ഒരു ക്ലിയർ ലിക്വിഡ് അല്ലല്ലോ പത. ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പതയാണെങ്കിൽ പോലും ആ പതയിലൂടെ നമുക്ക് കാണാൻ പറ്റില്ല, വെള്ളത്തിനുള്ളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പാരൻസി കുറയും. രണ്ടാമത്, ഈ ചെറിയ കുമിളകൾ നമ്മളുടെ കണ്ണിൻ്റെ ആംഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിലിക്കോൺ ഓയിൽ സാധാരണയായി സിലിക്കോൺ ഓയിലിൻ്റെ ആവശ്യകത കഴിഞ്ഞാൽ അത് മാറ്റുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചെറിയൊരു ഓപ്പറേഷനിലൂടെ തന്നെ ഈ ഓയിൽ നമുക്ക് വലിച്ച് വെളിയിൽ കളഞ്ഞ് അതിന് പകരം നമുക്ക് ഫ്ലൂയിഡോ ഗ്യാസോ കണ്ണിനുള്ളിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ചില കേസുകളിൽ ഓയിൽ കണ്ണിനുള്ളിൽ നിന്ന് എടുത്താൽ ഉടനെ തന്നെ റെറ്റിന വീണ്ടും ഇളകി വരും എന്നുള്ള കേസുകളിൽ നമ്മൾ ഓയിൽ എടുത്തു മാറ്റുവാനായിട്ട് ആവശ്യപ്പെടാറില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഓയിൽ കേടാവുകയാണെങ്കിൽ പ്രോബബ്ലി അത് മാറ്റി ഒരു പുതിയ ഓയിൽ ഇഞ്ചക്ഷൻ ചെയ്യുക, ഓയിൽ എക്സ്ചേഞ്ച് എന്ന കാര്യമായിരിക്കും ആ സമയത്ത് നല്ലത്. ഓയിൽ കണ്ണിനുള്ളിൽ പെർമനൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഹൈ പവറുള്ള ഗ്ലാസ് ധരിക്കേണ്ടി വരും. പലപ്പോഴും ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി മുതലായ കാര്യങ്ങളിൽ നമ്മൾ സിലിക്കോൺ ഓയിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് മറ്റൊരു ഉപകാരവും കൂടിയുണ്ട്. കാരണം ബ്ലീഡിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന ബ്ലീഡിങ് ടെൻഡൻസി ഒരുപാട് കൂടുതലുള്ള ആളുകൾ, ഒരുപക്ഷെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെയോ പ്രോബ്ലം കാരണം ഈ എക്കോസ്പ്രിൻ, ക്ലോപ്പിലേറ്റ് അങ്ങനെ രക്തം കട്ടിപ്പിരിക്കാതിരിക്കാനുള്ള ചികിത്സകൾ എടുക്കുന്ന ആൾക്കാരാകാം. അങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ്ങിനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് ദീർഘകാലത്തേക്ക് സിലിക്കോൺ ഓയിൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ സിലിക്കോൺ ഓയിൽ ഇട്ട് റെറ്റിനയുടെ ഘടന വളരെ കറക്റ്റായി അത് ഒട്ടിയെന്ന് മനസ്സിലാക്കിയാൽ പലപ്പോഴും ഓയിൽ റിമൂവ് ചെയ്യാനായി ആവശ്യപ്പെടാറാണ് പതിവ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണിനുള്ളിലിടുന്ന ഓയിലിനെ പറ്റി കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ ഊഹിക്കുന്നു.